നമസ്തേ. ഉണ്ണിക്കണ്ണനെയും വില്ലുമംഗലത്തെയും കുറിച്ചുള്ള കഥയുടെ മൂന്നാമത്തെ ഭാഗമാണ് പറയുന്നത്. ഭക്തകവി പൂന്താനത്തിനും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനും അർഹമായ അംഗീകാരം കിട്ടിയതിന് കാരണം അവരെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നുവെന്നതാണ്. 13-ാം നൂറ്റാണ്ടിൽ പറവൂർ പുത്തൻചിറയിൽ ജീവിച്ചിരുന്നുവെന്ന് കരുതുന്ന ശ്രീ വില്ലുമംഗലം സ്വാമിയാരെക്കുറിച്ചും യാതൊരു പഠനവും ഇന്നേവരെ നടന്നിട്ടില്ല. അക്കമിട്ട് നികത്താൻ തെളിവുകൾ കിട്ടാതെ പോയതാണ് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ ആരും മുന്നോട്ട് വരാത്തതിൻ്റെ കാരണവും. തൃശൂർ പുത്തൻചിറ തെക്കുംമുറി ദേശത്ത് 13-ാം നൂറ്റാണ്ടിൽ ശ്രീ വില്ലുമംഗലം സ്വാമിയാർ ജീവിച്ചിരുന്നതായി മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രം 1-ാം പാള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് അച്ഛൻ്റെ ശ്രാദ്ധകർമ്മങ്ങൾക്ക് പോയിട്ട് നമ്മുടെ വില്ലുമംഗല സ്വാമിയാർക്ക് അവിടെ ഇരുന്ന് അത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്താമണിയെക്കുറിച്ചുള്ള ഒരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പൂർത്തിയാകാതെ പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ചു പോരുകയും അത് കഴിഞ്ഞിട്ട് ചിന്താമണി അദ്ദേഹത്തിനോട് പറയുന്ന കാര്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. ചിന്താമണിയുടെ വാക്കുകൾ ഒരു അശരീരി പോലെ വില്ലുമംഗലത്തിൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തി. ഏകാഗ്രചിത്തനായി സാളഗ്രാമത്തിലേക്ക് മാത്രം മിഴിനട്ട് ധ്യാനിച്ചിരുന്നു. ചിന്താമണിയുടെ വാക്കുകൾ അമൃതവർഷം പോലെ മനസ്സിൽ പെയ്തിറങ്ങി. അകക്കണ്ണ് തുറക്കാൻ ഒരു നിമിത്തം മാത്രമായിരുന്നു ആ വാക്കുകൾ. സാളഗ്രാമത്തിലേക്ക് മാത്രം ഏകാഗ്രമായി നോക്കി ഇങ്ങനെ ഇരിക്കെ ഒരു മഹാത്ഭുതം സംഭവിച്ചു. സാളഗ്രാമം സാക്ഷാൽ ഉണ്ണികൃഷ്ണനായി രൂപാന്തരം പ്രാപിച്ചു. മഞ്ഞപ്പട്ടുടയാട ധരിച്ച് പീലി തിരുമുടിക്കെട്ടും കയ്യിൽ കൊച്ചോടക്കുഴലുമായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ബാലഗോപാലൻ്റെ രൂപം. കണ്ണാ എന്ന് വിളിച്ചുകൊണ്ട് വില്ലുമംഗലം ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് തലയുയർത്തി നോക്കുമ്പോഴേക്കും ഭഗവാന്റെ രൂപം മാഞ്ഞു കഴിഞ്ഞിരുന്നു. ഭഗവത് ദർശനം കൊണ്ട് പുണ്യം നേടിയ വില്ലുമംഗലം അതിന് കാരണക്കാരിയായ പ്രിയതമയെ ഗാഠമായി ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് ആത്മഹർഷത്തിൻ്റെ നീരുറവ ഭക്തിയായി പ്രവഹിക്കാൻ തുടങ്ങി. ഭക്തിസാന്ദ്രമായ വരികൾ അനസ്യൂതമായി ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ചിന്താമണി അതെല്ലാം വേഗത്തിൽ എഴുത്തോലയിൽ പകർന്നെടുത്തുകൊണ്ടിരുന്നു. കിഴക്ക് ചക്രവാളത്തിൽ പുലരി വിടരുന്നതിന് മുമ്പ് തന്നെ വില്ലുമംഗലം സ്വാമിയാർ ശ്രീകൃഷ്ണ കർണാമൃതം ചൊല്ലി തീർന്നു. എഴുത്താണിയുടെ താളം നിലച്ചപ്പോൾ ഇരുവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് വില്ലുമംഗലത്തിനും തന്നെ അറിയില്ല. അപ്പോൾ താരമുറിയാതെ വില്ലുമംഗലത്തിൻ്റെ നാവിൽ നിന്ന് വാക്കുകൾ ഒഴുകി വീണപ്പോൾ അവ പകർന്നെടുക്കാൻ ചിന്താമണിക്ക് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. ഒരു പക്ഷേ ഭഗവാൻ തന്നെ വില്ലുമംഗലത്തിൻ്റെ മനസ്സിൽ കയറിയിരുന്ന് ശ്രീകൃഷ്ണ കർണാമൃതം പാടിയതാകാം. വില്ലുമംഗലം അതിനൊരു നിമിത്തം മാത്രമാണ്. ഇടയ്ക്ക് വെച്ച് വഴിമാറി സഞ്ചരിച്ച വില്ലുമംഗലത്തിൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തി സന്മാർഗത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചുവിടാൻ ചിന്താമണിയുടെ സൽബുദ്ധി കൊണ്ട് സാധിച്ചു. ഓലയും എഴുത്താണിയുമായി തൻ്റെ മുന്നിലിരിക്കുന്നത് ഒരു സാധാരണ സ്ത്രീയല്ലെന്ന് വില്ലുമംഗലം സ്വാമിയാർക്ക് ബോധ്യായി. അതേസമയം തൻ്റെ സ്വാമി ഒരു അസാധാരണ പ്രതിഭയാണെന്നും ഭാര്യാഭർത്തൃബന്ധത്തിനും അപ്പുറം അദ്ദേഹത്തിൻ്റെ ജന്മോദ്ദേശം മറ്റ് പലതുമാണെന്നും ചിന്താമണി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ആഴത്തിലറിയാൻ ഒരു ശ്രമം നടത്തിയത്. ചിന്താമണിയുടെ ബോധപൂർവമായ ശ്രമം ഇവിടെ പരിപൂർണ വിജയത്തിൽ എത്തി നിൽക്കുകയാണ്. സ്വാമിയാരുടെ നാവിൻ തുമ്പിൽ നിന്ന് ഒഴുകിയെത്തിയ ഗാനസുധ ശ്രവിച്ചപ്പോൾ ബോധ്യായി. അപ്പോൾ ഇത് വില്ലുമംഗലം സ്വാമിയാരുടെ കഴിവിനും അപ്പുറം ഭഗവാന്റെ കാരുണ്യ കടാക്ഷ പ്രവാഹമാണെന്ന് സ്വാമിയാരുടെ മനസ്സിനെ ഭക്തിയുടെ നിറവിൽ ഇങ്ങനെ തടഞ്ഞു നിർത്തുവാനുള്ള ശ്രമവും വിജയിച്ചു. ഇന്നുവരെ ഈ ഭൂമിയിൽ മറ്റാർക്കും കിട്ടിയില്ലാത്ത ഒരു മഹാസൗഭാഗ്യം, ഭഗവാനെ നേരിട്ട് ദർശിച്ച പുണ്യം വില്ലുമംഗലത്തിന് മാത്രം സ്വന്തമായി. വില്ലുമംഗലം സ്വാമിയാർ തൻ്റെ അവതാര ലക്ഷ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്താമണി കണ്ടറിഞ്ഞു. ശ്രീ വില്ലുമംഗലത്തിൻ്റെ ജീവിതത്തിൽ നന്മയുടെ സൂര്യൻ ഉദിച്ചു. പുലർവെട്ടത്തിൽ സ്വാമിയാർ യാത്രയ്ക്കൊരുങ്ങി. ആറ്റുകടവ് വരെ ചിന്താമണി അദ്ദേഹത്തെ അനുഗമിച്ചു. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് താൻ എത്രമാത്രം അന്ധനായിരുന്നുവെന്ന് വില്ലുമംഗലത്തിന് ബോധ്യപ്പെട്ടിരുന്നു. ഈശ്വര സാന്നിധ്യത്തെ വിസ്മരിച്ച് വിഷയാസക്തിയിൽ അഭിരമിച്ചതിൻ്റെ വ്യർത്ഥത. അപ്പോൾ സ്വകർമ്മങ്ങൾ വിസ്മരിച്ച് സ്വബോധം നഷ്ടപ്പെട്ട തൻ്റെ ആത്മാവിലേക്ക് നന്മയുടെ പ്രകാശം പരത്താൻ കാരണഭൂതയായ പ്രിയതമയെ മനസാ വണങ്ങിക്കൊണ്ട് ശ്രീ വില്ലുമംഗലം സ്വാമിയാർ തോണിയിലേക്ക് കാലെടുത്തു വെച്ചു. അദ്ദേഹം കയറിയ തോണി ഇളങ്കാറ്റിൽ ആടി ഉലഞ്ഞ് അകലങ്ങളിൽ പോയി മറയുന്നത് കരയിൽ ഇരുന്നു കൊണ്ട് ചിന്താമണി വീക്ഷിച്ചു. കുറച്ച് നാളത്തെ ദാമ്പത്യമാണെങ്കിലും ഒരു ജന്മം മുഴുവൻ അനുഭവിച്ചു തീർത്ത ആഹ്ലാദത്തോടെയാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത്. കുടുംബം, മക്കൾ, ജീവിതം ഒന്നും ചിന്താമണിയെ ബാധിച്ചില്ല. അവർ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നുവെങ്കിൽ മധുരമായ ലൗകിക സുഖങ്ങൾ വിട്ടുപോകാൻ വില്ലുമംഗലത്തെ അനുവദിക്കുമായിരുന്നില്ല. അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയോ കൂടെ കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കുകയോ ചെയ്യുമായിരുന്നു.
അതിനും കഴിഞ്ഞില്ലെങ്കിൽ അവർ സ്വാമിയാർക്ക് പിറകെ ആറ്റിൽ ചാടി ജീവൻ ഒടുക്കിയേനെ. എന്നാൽ ചിന്താമണി ഇവിടെ മഹാ അത്ഭുതമായി മാറുകയാണ്. മനസ്സുകൊണ്ട് ദിവ്യനായ ശ്രീ വില്വമംഗലം സ്വാമിയാരോടൊപ്പം ഉയരാൻ ചിന്താമണിക്കും കഴിഞ്ഞിരുന്നു. യതിവര്യനായ വില്വമംഗലം സ്വാമിയാരെ മനസ്സിൽ ഈശ്വരനോടൊപ്പം പ്രതിഷ്ഠിച്ചുകൊണ്ട് ചിന്താമണി സ്വഗ്രഹത്തിലേക്ക് മടങ്ങി. നഷ്ടപ്പെടുന്ന പ്രിയതമനുമപ്പുറം അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങളിലായിരുന്നു ചിന്താമണിയുടെ ശ്രദ്ധ. വില്വമംഗലത്തെ പോലെ ചിന്താമണിയും ഒരു ദിവ്യാത്മാവായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിരഹം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അതും ഈ ദിവ്യാത്മാവിൻ്റെ പാദപൂജയ്ക്കായിട്ട് തരണമേ എന്ന് മനംനൊന്ത് പ്രാർത്ഥിച്ചു. വില്വമംഗലം കയറിയ തോണി അകലങ്ങളിൽ മറഞ്ഞു. ചിന്താമണി കൺവെട്ടത്ത് നിന്ന് മാഞ്ഞു. പെട്ടെന്ന് തോണി ഒന്നുലയുകയും അതേപോലെ തന്നെ കഴുക്കോൽ കുത്തിയ ഭാഗത്ത് നിന്ന് നുരയും പതയും അതേപോലെ രക്തക്കലർപ്പോടെ പൊന്തി വരികയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ വില്വമംഗലം ഒരു നിമിഷം മിഴിച്ചു നിന്നു. വെള്ളത്തിനടിയിൽ ഏതോ വലിയൊരു ജീവിക്ക് അപകടം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയധികം രക്തം പ്രവഹിക്കുമായിരുന്നില്ല. അപ്പോൾ രക്തക്കലർപ്പിനപ്പുറം ജലനിരപ്പിൽ ഒരു അലൗകിക പ്രകാശമാണ് പരന്നു കാണുന്നത്. അജ്ഞാതമായ ഒരു ശക്തി തൻ്റെ ശരീരത്തിലേക്ക് പടർന്നു കയറുന്നതായി തോന്നിയ നിമിഷത്തിൽ ഇടം വലം നോക്കാതെ സ്വാമിയാർ വെള്ളത്തിലേക്ക് ചാടി. ആഴത്തിലെത്തിയപ്പോൾ കണ്ടതൊരു മഹാത്ഭുതമാണ്. ചൈതന്യം തുളുമ്പുന്ന ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം. അപ്പോൾ അതിങ്ങനെ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നു. ചിതാമണിയുടെ പൂജാമുറിയിൽ സാളഗ്രാമത്തിന് മുന്നിൽ തെളിഞ്ഞ അതേ ബാലഗോപാലൻ. ചുറ്റും പ്രകാശവലയം. തുഴക്കോലിൻ്റെ കുത്തേറ്റ് നെഞ്ചിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ട്. ആലോചനയ്ക്കിടം കൊടുക്കാതെ വില്വമംഗലം വിഗ്രഹം കയ്യിലെടുത്ത് അറിയാതെ ഒരു ചൂട് ശരീരമാസകലം പടർന്നു കയറുകയും വിഗ്രഹം തന്നിലേക്ക് ലയിച്ചു ചേരുകയും ചെയ്യുന്നതായി വില്വമംഗലം തിരിച്ചറിഞ്ഞു. അപ്പോൾ കയ്യിലിരിക്കുന്ന വിഗ്രഹത്തിന് ജീവൻ്റെ തുടുപ്പുണ്ടെന്നും ആ കണ്ണുകൾ തന്നെ നോക്കുന്നുണ്ടെന്നും മനസ്സിലായ നിമിഷത്തിൽ പവിഴാധരങ്ങളിൽ നിന്ന് തേൻമൊഴി മുത്തുകൾ അടർന്നു വീണു. വില്വമംഗലം എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് ധ്യാനിച്ചോളൂ. ശ്രീ വില്വമംഗലം സ്വാമിയാർ കൃഷ്ണശില നെഞ്ചോട് ചേർത്ത് വെച്ച് ധ്യാനിച്ച് കൺ തുറന്നു നോക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാലരൂപത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു. വില്വമംഗലം, ഇനിയുള്ള യാത്ര നാം ഒരുമിച്ചാണ്. ഭഗവാനെ, ബാലഗോപാല, ഇതിനു മാത്രം സുഹൃതം ഞാൻ ചെയ്തിട്ടുണ്ടോ? അതോ പൂർവജന്മത്തിൽ എൻ്റെ പിതാമഹന്മാർ ചെയ്തു കൂട്ടിയ പുണ്യമോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല കണ്ണാ. അമ്മയുടെ മാറിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന കുഞ്ഞിനെ പോലെ ഭഗവാൻ വില്വമംഗലത്തിൻ്റെ നെഞ്ചിൽ കാന്തിക പ്രഭാവത്തോടെ പറ്റിപ്പിടിച്ചു കിടന്നു. വെള്ളത്തിനടിയിൽ നിന്ന് നുരയും പതയും രക്തക്കലർപ്പും കൊണ്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ സ്വാമിയാരെ കുറിച്ച് സമയം കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ തോണിക്കാരന് പേടിയായി. വെള്ളത്തിനടിയിൽ ശ്വാസം കിട്ടാതെ സ്വാമിയാർക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ? ആഴ കൂടുതലുണ്ട്, ചെളിയിൽ പൂണ്ടു പോകാനും മതി. ഇത്രയധികം സമയം വെള്ളത്തിനടിയിൽ ശ്വാസം കിട്ടില്ല. പിന്നെയെങ്കിൽ മലവെള്ളത്തിൽ മുതലയും ചീങ്കണ്ണിയും പെരുമ്പാമ്പുമൊക്കെ ഒഴുകി വരുന്ന സമയവുമാണ്. എന്തു ചെയ്യണമെന്നറിയാതെ തോണിക്കാരൻ അമ്പരന്ന് നിൽക്കുമ്പോഴാണ് നെഞ്ചിലടക്കിയ ശിലാവിഗ്രഹവുമായി സ്വാമിയാർ പൊന്തി വരുന്ന അത്ഭുത കാഴ്ച കണ്ടത്. അപ്പോൾ തോണിക്കാരൻ ആശ്വാസത്തോടെ അറിയാതെ തോണിപ്പടിയിൽ ഇരുന്നു പോയി. വഞ്ചിയിലേക്ക് കയറിയ സ്വാമിയാർ ഒന്നും മിണ്ടാതെ തോണിക്കാരനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. സ്വാമിയാർ കയ്യിലെ അഞ്ജനക്കൽ പ്രതിമ വെള്ളം തുടച്ച് പാണ്ടക്കെട്ടിനുള്ളിലാക്കി വച്ചു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഒരിടത്തിരുന്നു. ഇനി എന്ത് എന്ന് മനസ്സിൽ വിരിഞ്ഞ ചോദ്യത്തിന് ഉടനെ ഭഗവാന്റെ മറുപടിയും കിട്ടി. അതോടെ വില്വമംഗലം സ്വാമിയാർ തോണിയാത്ര അവിടെ വെച്ച് അവസാനിപ്പിച്ച് കരയിലിറങ്ങി. അതിനുശേഷം ഭഗവാൻ കാണിച്ചു കൊടുത്ത വഴികളിലൂടെ സ്വാമിയാർ മുന്നോട്ട് നടന്നു. തികഞ്ഞൊരു അവധൂതനായി ശ്രീ വില്വമംഗലം സ്വാമിയാർ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ജന്മഗ്രാമത്തിൽ തിരിച്ചെത്തി. അമ്പാടിക്കണ്ണൻ്റെ കുസൃതികളിൽ മനമലിഞ്ഞ വികൃതികൾ കണ്ട് മനം കുളിർത്ത് അദ്ദേഹം അങ്ങനെ കഴിയുകയാണ്. ഭഗവാനെ എന്നും ഇങ്ങനെ പാണ്ടക്കെട്ടിനുള്ളിലാക്കി ശ്വാസം മുട്ടിച്ച് കൊണ്ടു നടന്നാൽ മതിയോ? ഒരിടത്ത് പ്രതിഷ്ഠിച്ച് ഉപാസിച്ചാലല്ലേ ഭഗവാന് തൃപ്തിയാവുകയുള്ളൂ. ആലോചനകൾക്കിടം കൊടുക്കാതെ ഭഗവാനെ ഒരിടത്ത് പ്രതിഷ്ഠിച്ച് ഉപാസിക്കാൻ തന്നെ വില്വമംഗലം തീർച്ചപ്പെടുത്തി. ഭഗവത് ദർശനം ലഭിച്ച് മാലോകർ സായുജ്യമടയട്ടെ. പ്രതിഷ്ഠയ്ക്ക് പറ്റിയ ഒരിടം തേടി അദ്ദേഹത്തിന് എങ്ങും പോകേണ്ടതായി വന്നില്ല. അത് കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഇല്ലത്തിൻ്റെ കുറച്ച് വടക്ക് ഭാഗത്തേക്ക് നീങ്ങി കരിമ്പാറ കൂട്ടങ്ങളാൽ നിബിഡമായ 4 ഏക്കർ തരിശുഭൂമി പാടത്തിൻ്റെ കരയിലായി ഒറ്റപ്പെട്ട് കിടന്നിരുന്നു. അവിടെ കരിമ്പാറ കൂട്ടങ്ങൾക്ക് നടുവിൽ ലക്ഷണമൊത്ത ഒരു വട്ടക്കോവിൽ പണിതീർത്ത് ബാലഗോപാലൻ്റെ അഞ്ജനക്കൽ പ്രതിമ അവിടെ പ്രതിഷ്ഠിച്ചു.
അങ്ങനെ കരിങ്കല്ലിൽ കൊത്തിമിനുക്കി തച്ചു ശാസ്ത്രപ്രകാരമാണ് വട്ടക്കോവിൽ പണി പൂർത്തിയാക്കിയത്. കരിമ്പാറ കൂട്ടങ്ങൾക്ക് മേലെ പണിതീർത്ത ശ്രീകോവിലിന് പാറമേൽ തൃക്കോവിൽ എന്ന് നാമകരണവും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂർ സംസ്ഥാനത്തിന്റെ വടക്ക് അതിർത്തി ഗ്രാമമായ പുത്തൻചിറയിൽ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ടായി. കേരളം പഴയ കൊച്ചിയും തിരുവിതാംകൂറുമായി രാജഭരണം നടത്തിയിരുന്ന കാലത്ത് തിരുവിതാംകൂർ സംസ്ഥാനത്തിലും കൊച്ചി സംസ്ഥാനത്തിലും ഉൾപ്പെടാതെ എന്നും അതിർത്തി തർക്കങ്ങൾക്ക് കാരണമായി 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്ന ഒരു ഉൾനാടൻ ഗ്രാമമാണ് പുത്തൻചിറ. കള്ളന്മാരെയും കൊള്ളക്കാരെയും വലിയ കുറ്റവാളികളെയും ശിക്ഷാർഹം നാടുകടത്തിയിരുന്നത് പുത്തൻചിറയിലാണ്. അപ്പോൾ ഇരു സംസ്ഥാനങ്ങളിലെയും കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകികളും അടങ്ങുന്ന ദുഷ്ടശക്തികളെ കൊണ്ട് നിറഞ്ഞു. പുത്തൻചിറയാകെ പ്രശ്നബാധിത പ്രദേശമായി മാറി. ഇത്തരം ദുഷ്ടമനുഷ്യരെ മാനസാന്തരപ്പെടുത്തിയെടുക്കാൻ കുറേ ശുദ്ധ ബ്രാഹ്മണരെ പുത്തൻചിറയിലേക്ക് അയക്കാൻ ഇരു രാജാക്കന്മാരും തമ്മിൽ ധാരണയായി. അപ്പോൾ ഇരുൾമൂടിയ അവരുടെ മനസ്സുകളിൽ നന്മയുടെ പ്രകാശം പരത്തി സന്മാർഗത്തിൻ്റെ വഴി കാണിച്ചു കൊടുത്ത് ഇവിടുത്തെ ജനങ്ങളെ നല്ല മനുഷ്യരാക്കി എടുക്കാൻ രാജാക്കന്മാർ തന്നെ ബ്രാഹ്മണരോട് ഉപദേശിച്ചിരുന്നു. അങ്ങനെ 4 കെട്ടും നടുമുറ്റവും തുളസിത്തറയും പടിപ്പുര മാളികയുമായി കുറേ ആട്യ ബ്രാഹ്മണ ഗ്രഹങ്ങൾ ഇവിടെ ഉയർന്നു വന്നു. കരിങ്ങാച്ചിറ ചുങ്കവും അഞ്ചൽപ്പെട്ടിയും കഴുമരവുമെല്ലാം പുത്തൻചിറയുടെ ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന ഘടകങ്ങളാണ്. പുത്തൻചിറ മുഴുവൻ അധർമ്മികളെ കൊണ്ട് നിറഞ്ഞു. അധർമ്മം കൊടികുത്തി വാണപ്പോൾ ഇവിടെ ധർമ്മം പുനഃസ്ഥാപിക്കാനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ വില്ലുമംഗലത്തിൻ്റെ മുമ്പിൽ പാറമേൽ തൃക്കോവിലപ്പനായി അവതരിച്ചതാകാം. ശ്രീ വില്ലുമംഗലം സ്വാമിയാരും കുറൂരമ്മയും ചെമ്മങ്ങാട്ട് നമ്പൂതിരിയും സമകാലികരും തികഞ്ഞ കൃഷ്ണഭക്തരുമായിരുന്നു. കുറൂരമ്മ എന്ന് വിഖ്യാതയായ പാലക്കാട്ടെ പുറയന്നൂർ മനയിലെ ദേവി അന്തർജനത്തെ കുറൂരില്ലത്തേക്ക് വേളി കഴിച്ച് കൊണ്ടുവരുമ്പോൾ അവർക്ക് വയസ്സ് 11. ഓർമ്മ വെച്ച കാലം മുതൽ അവരുടെ മനസ്സിൽ കൃഷ്ണഭക്തി നിറഞ്ഞു നിന്നിരുന്നു. കുറൂരില്ലക്കാരും പാലക്കാട്ട് നിന്ന് തൃശ്ശൂരിലേക്ക് കുടിമാറിയവർ തന്നെ. അപ്പോൾ അടുത്ത ബന്ധുക്കളൊഴികെ അന്യ പുരുഷന്മാരെയൊന്നും കാണാതെ ഇല്ലത്തിൻ്റെ അകത്തളത്തിൽ ഒറ്റപ്പെട്ട് ജീവിച്ചു പോന്ന അന്തർജന ബാലികയ്ക്ക് കുറൂരില്ലത്തേക്ക് വന്നതോടെ വലിയൊരു മാറ്റമുണ്ടായി. കുറൂരില്ലത്ത് അവർക്ക് പ്രത്യേക പൂജാമുറിയും അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി കൊടുത്തിരുന്നു. ഒരിക്കൽ ഒരു സന്യാസി വര്യൻ കുറൂരില്ലത്ത് ഭിക്ഷയ്ക്കായി ഇങ്ങനെ വന്നു. അപ്പോൾ സന്യാസിക്ക് കൊടുത്ത ഭക്ഷണത്തിലെ പ്രധാന ഇനം ഭഗവാന് നേദിച്ച അടയായിരുന്നു. അടയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ ദിവ്യാത്മാവ് ചോദിച്ചു. പറയണമെന്ന് കരുതിയിരുന്നത് കൊണ്ട് തിരുമേനിയുടെ മനസ്സ് പെട്ടെന്ന് ഇങ്ങനെ ഉണർന്നു. നാളായി ഒരു വയറുവേദന, മരുന്നൊന്നും ഫലിക്കാണ്ടേ ആയിരിക്കണു. അപ്പോൾ അതൊന്നും സാരില്ല കേട്ടോ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ എന്ന് ജപിച്ചോളൂ. നാമത്രയം കുറേ സംഖ്യ കഴിയട്ടെ, ഒക്കെ ഭേദാവും തിരുമേനി. അങ്ങനെ തിരുമേനി വീണ്ടും സംശയിച്ചിങ്ങനെ നിന്നപ്പോൾ കുറൂരമ്മ പ്രസാദം തിരുമേനിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, തിരുമേനി സമാധാനമായിട്ട് പൊയ്ക്കൊള്ളൂ. ഞാൻ ഇന്ന് കണ്ണനോട് പറയുന്നുണ്ട് തിരുമേനിയുടെ കാര്യം. കുറൂരമ്മയുടെ വാക്കുകളിൽ നിന്ന് പകർന്നു കിട്ടിയ ശക്തി തിരുമേനിയെ ഒന്നുണർത്തി. നാമത്രയം ജപിച്ച് തുടങ്ങിയപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത ഒരാത്മശാന്തി തിരുമേനി അനുഭവിക്കാൻ തുടങ്ങി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ എന്ന് ജപിച്ച് തുടങ്ങിയ നിമിഷം മുതൽ തിരുമേനി വേദന എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ജീവിതം തിരുമേനിക്ക് ആഹ്ലാദപ്രദമാകാൻ തുടങ്ങി. പിന്നീട് ഒരിക്കൽ വില്ലുമംഗലത്തെ കാണാനിടയായപ്പോൾ തിരുമേനി അതിസന്തോഷത്തോടെ തൻ്റെ അസുഖം പൂർണ്ണമായി കണ്ണൻ മാറ്റിക്കൊടുത്ത കഥ പറഞ്ഞപ്പോൾ വില്ലുമംഗലത്തിൻ്റെ മുഖത്തു നിന്നും പ്രകാശം നഷ്ടപ്പെട്ട് ഇങ്ങനെ പോകുന്നതാണ് കണ്ടത്. എന്നിട്ട് ഓ അങ്ങനെ സംഭവിച്ചോ? എന്താ വില്ലുമംഗലത്തിന് അത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ? സന്ധ്യയ്ക്ക് ദീപാരാധന നേരത്തെ കണ്ണൻ കൊച്ചു കൊച്ചു കുസൃതി തരങ്ങളുമായി മുന്നിലേക്ക് ഇങ്ങനെ എത്തിയപ്പോൾ വില്ലുമംഗലം കുറച്ച് പരിഭവത്തോടെ ചോദിച്ചു, കണ്ണ എന്തേ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ? കണ്ണൻ ചിരിച്ചു. കാരണം ഈ ഒരു ചോദ്യം വില്ലുമംഗലത്തിൻ്റെ ഭാഗത്തു നിന്ന് കണ്ണൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. തിരുമേനിയുടെ അസുഖം എന്താണെന്നല്ലേ വില്ലുമംഗലം എന്നോട് ചോദിച്ചുള്ളൂ. അസുഖം മാറ്റിക്കൊടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. കുറൂരമ്മ എന്നോട് ഒന്നും ആവശ്യപ്പെട്ടില്ല. പക്ഷേ ഭക്ത മാറും എന്ന് പറഞ്ഞാൽ അത് മാറ്റിക്കൊടുക്കേണ്ടത് എൻ്റെ കടമയല്ലേ വില്ലുമംഗലം? കണ്ണൻ്റെ ചോദ്യത്തിന് വില്ലുമംഗലത്തിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി ഒന്നും ഉണ്ടായില്ല. അല്പസമയം മിണ്ടാതിരുന്നു. പിന്നെ കുറച്ച് വിഷമത്തോടെ ചോദിച്ചു, ഭഗവാനെ ഞാനും അങ്ങയുടെ ഭക്തനല്ലേ? അതേ വില്ലുമംഗലം, രണ്ടുപേരും എൻ്റെ പ്രിയ ഭക്തരാണ്. മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയുമാണ്. അമ്മയ്ക്ക് 7ാം ജന്മമാണ്. കഴിഞ്ഞ 7 ജന്മത്തിലും അമ്മ എന്നെ സേവിച്ചു കൊണ്ടേയിരിക്കുന്നു. അച്ഛൻ ഇത് 3ാം ജന്മമല്ലേ ആയിട്ടുള്ളൂ എന്ന് ഇങ്ങനെ കണ്ണൻ പറയുകയാണ്.
ഇനിയും സമയമുണ്ടല്ലോ അച്ഛാ. കണ്ണൻ്റെ നിറഞ്ഞ ചിരിയിൽ വില്ലുമംഗലത്തിൻ്റെ പരാതിയും പരിഭവങ്ങളുമെല്ലാം മുങ്ങിപ്പോയി. ഉണ്ണിക്കണ്ണൻ്റെയും അതേപോലെ വില്ലുമംഗല സ്വാമിയാരുടെയും അതിമനോഹരമായ ഭക്തിയുടെ കഥയുടെ മൂന്നാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. നാലാമത്തെ ഭാഗം ഉടനെ തന്നെ എല്ലാവർക്കും കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.